ഹായ് ഫ്രണ്ട്സ്, ഇന്നേ ദിവസം അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാർത്തയുണ്ട്. ഇന്ത്യയുടെ CAAക്ക് ബദലായി പാകിസ്ഥാനിൽ വരുന്നു CPMA. അതെ, സംഭവം ശരിയാണ്. ട്വിറ്ററിലേക്ക് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഇതിനു പ്രകാരം ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പൗരത്വം നൽകുന്നു. പാകിസ്ഥാനിലേക്ക് സ്വാഗതം, അവർക്ക് പൗരത്വം നൽകപ്പെടുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? BJPക്ക് തൃപ്തിയായില്ലേ? എന്ന് പറഞ്ഞാൽ വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും അവിടെ നിന്നുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും പലായനം ചെയ്തതുപോലെയുള്ള ഒരു മിനി പലായനം ഉണ്ടാവാൻ പോകുന്നു, അതോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എ ബിഗ് സല്യൂട്ട് ടു BJP ഗവൺമെന്റ് ആൻഡ് ഹിസ് ക്യാപ്റ്റൻ ശ്രീ നരേന്ദ്ര ദാമോദർ ജി. അയൽ രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധമാണോ വേണ്ടത്, അതോ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ബന്ധമാണോ വേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തുള്ള ഒട്ടുമുക്കാലും പേര് എതിർക്കുന്നത്. ശ്രീമതി ശശി തരൂർ പ്രഖ്യാപിക്കുകയുണ്ടായി, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമത്തിന് മാറ്റം വരും, ഈ നിയമം ഭേദഗതി ചെയ്യും. അത്രയുമെങ്കിലും ആശ്വാസം. പക്ഷെ വാസ്തവം പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ നിയമത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, 2023 2.5 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ മറ്റു രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിക്കുകയും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയും ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, ആ രാജ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ ലക്ഷൂറീസായ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യാൻ ഒരു 100 വർഷം കഴിഞ്ഞാലും ഇന്ത്യക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ മാത്രമല്ല. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് ചെല്ല്, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വഴിയോരത്തിരുന്ന് അപ്പിയിടുന്ന സാധാരണക്കാരായ മനുഷ്യര്, മൂടിയില്ലാത്ത ഓടകൾ. ഈ ചിത്രങ്ങളിലേക്ക് നോക്കൂ. മാലിന്യ കൂമ്പാരമായി തീരുന്ന പൊതുനിരത്തുകൾ, ദുർഗന്ധം വമിക്കുന്ന പാതയോരങ്ങൾ, സൂം ചെയ്ത് നോക്കിയാൽ നിത്യേന നിക്ഷേപിക്കപ്പെടുന്ന മനുഷ്യ വിസർജ്യം കാണാം. കാക്കിനാട എന്ന മഹാനഗരത്തിലെ ഏതാനും ദൃശ്യങ്ങളാണിവ. ഇങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കാൻ എത്ര പേർ ഇഷ്ടപ്പെടുന്നു? ഒരു ജീവിതമല്ല ഉള്ളോ, 60 70 വർഷം നീളുന്ന ഒരു ജീവിതം. അത് ജീവിക്കാനുള്ളതാണ്, നരയിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. നല്ലൊരു ജീവൻ ലഭിച്ചാൽ അവർ പോവുക തന്നെ വേണം. അവസാനം ഇന്ത്യയിൽ തുടരുന്നത് ആ സംഘപരിവാർ സംഘടനകളും ആ ഗോഡ്സെയുടെയോ സവർക്കറിന്റെയോ ഒക്കെ പിൻഗാമികളും മാത്രമായിരിക്കും. അല്ല, അവർ തന്നെ പറയുന്നത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോളാനല്ലേ. ഇതാ അതിന് പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞു, മുസ്ലിങ്ങൾക്ക് പോകാം. അവർ സ്വാഗതം ചെയ്യുന്നു, എത്ര കോടി വെള്ളം പോന്നോട്ടെ എന്ന്. എന്തൊരു കഷ്ടമല്ലേ. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലായനം ചെയ്തവർ 1 ലക്ഷത്തിലേറെയാണ് കഴിഞ്ഞ ഒരു വർഷം. ഇനി അവർ തിരിച്ചു വരാൻ പോവുകയാണോ? എവിടെ? അവരവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലിയും സമ്പാദിക്കും, അവിടെ സെറ്റിലാകും, പിന്നെ അവരൊരിക്കലും തിരിച്ചു വരികയില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പൊ പൗരത്വം നൽകുന്ന ഈ അഭയാർത്ഥികൾ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഡ്രെയിൻ, മസ്തിഷ്ക ശോഷണം ഇവിടെ സംഭവിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാസമ്പന്ന യുവാക്കന്മാർ വിദേശത്തേക്ക് പോകുന്നു, അവിടെ കുടിയേറി പാർക്കുന്നു, അവിടെ പൗരത്വം ലഭിക്കുന്നു, അവിടെ സെറ്റിലാകുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികളോ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരകുക്ഷികളായ ആളുകൾ. അതാണ് ഇതിൻ്റെ ആത്യന്തികമായ അപകടമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ തീർച്ചയായും എതിർക്കേണ്ടത് തന്നെയാണ്. ഈ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. കേഴുക ഭാരതമേ.